തുടർന്ന് പാസ്റ്റർ കെ സാമുവൽ വചനം സംസാരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതെ, 68-ാം സങ്കീർത്തനത്തിന്റെ 19-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അതെ പ്രിയരെ, നമ്മുടെ ദൈവം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളെ നൽകി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കരുതലുകളെയും കാവലുകളെയും ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു വചനം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബിന്റെ മരണവും അടക്കവും കഴിഞ്ഞ ശേഷം ജോസഫിന്റെ സഹോദരന്മാരുടെ ഉള്ളിൽ ഒരു ഭയം തട്ടി. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ജോസഫിനോട് ചെയ്ത ദോഷപ്രവൃത്തികൾക്ക് ജോസഫ് പ്രതികാരം ചെയ്യുമോ എന്നുള്ള വലിയ ഭയം അവർക്കുണ്ടായി. അതുകൊണ്ട് വീണ്ടും അവർ ജോസഫിന്റെ പാദത്തിൽ വീണ് ക്ഷമാപണം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ സഹോദരന്മാർ ക്ഷമാപണം ചെയ്യുമ്പോൾ നല്ല ജോസഫ്, നിഷ്കളങ്കനായ ജോസഫ് അവരോട് പറയുന്ന മറുപടിയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. മനുഷ്യർ ദോഷം വിചാരിക്കുന്നു, എന്നാൽ ദൈവമോ അതിനെ ഗുണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. സഹോദരന്മാർ എന്തൊക്കെ ദോഷമാണ് ചെയ്തതിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ജോസഫിന്റെ നീലയങ്കിയും സ്വപ്നങ്ങളും സഹോദരന്മാർക്ക് അസൂയുളവാക്കിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാർ അവനെ പകച്ചു, അവനെ പൊട്ടക്കുഴിയിലിട്ട് കളഞ്ഞു. 20 വെള്ളിക്കാശിന് അവനെ മിദ്യാന കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് സഹോദരന്മാർ ചെയ്ത ദോഷമാണ് എന്ന് കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഹോദരന്മാർ സ്വന്തം ഭവനത്തിൽ നിന്നും ഉണ്ടാകുന്ന അസൂയയുടെ വ്യാപാരങ്ങൾ, അതെ പലപ്പോഴും നമുക്കുണ്ടാകുന്നത് പുറത്തു നിന്നുള്ള വിഷയങ്ങളല്ല, അകത്തു നിന്നാണ് പലപ്പോഴും നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒരുവന് ഉയർച്ച ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു അസൂയയായി വ്യാപരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അസൂയയുടെ ഫലങ്ങൾ, അതിൻ്റെ പകകൾ അത് വളരെ കഠിനമായി തീർന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ വചനപ്രകാരം മനുഷ്യർ നമുക്ക് വിരോധമായി ചെയ്യുന്ന ദോഷങ്ങളെയൊക്കെയും ദൈവം അതിനെ ഗുണമാക്കി, അനുഗ്രഹമാക്കി, നന്മയ്ക്കാക്കി തീർക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജോസഫിന്റെ ജീവിതത്തിന്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിയിൽ ഇട്ടെങ്കിൽ ഒരുപക്ഷെ അവൻ വിചാരിച്ചു കാണും, ഇതുകൊണ്ട് ഞാൻ അവസാനിക്കും എന്ന്. എന്നാൽ അവൻ ഭയപ്പെട്ട സാഹചര്യത്തിൽ ആ പൊട്ടക്കുഴിയും ദൈവനെ കയറ്റി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനെ കയറ്റിയ ദൈവം അവനോടുകൂടെ ഇരുന്നു, പൊട്ടക്കുഴിയിൽ കൂടെയിരുന്നു, അവിടുന്ന് അവനെ കയറ്റി. പോത്തിഫറിന്റെ ഭവനത്തിൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹത്തിൽ ദൈവനോട് കൂടെ ഇരുന്നു. അവനോടുകൂടെ ഇരിക്കുവാൻ അവൻ്റെ അപ്പനില്ല, അവൻ്റെ അമ്മയില്ല, അവൻ്റെ സഹോദരന്മാരില്ല. പക്ഷെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്യാതെ ജീവിച്ച തൻ്റെ മകന് വേണ്ടി ദൈവം കൂടെയിരുന്നു, അവനെ സഹായിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, ദൈവമോ സകല ദോഷങ്ങളെയും അനുഗ്രഹമാക്കി തീർത്തു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
നിങ്ങൾക്കെതിരെയുള്ള സകല ദോഷങ്ങളെയും അനുഗ്രഹമാക്കി തീർക്കുവാൻ, നന്മയ്ക്കാക്കി തീർക്കുവാൻ, ഗുണകരമാക്കി തീർക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പൊട്ടക്കുഴിയിൽ ദൈവനെ ഉയർത്തി മിസ്രൈമിലെ ഭരണത്തിൽ രണ്ടാമനാക്കി ദൈവനെ ഉയർത്തി എന്നുള്ളതാണ്. അതെ, നമ്മുടെ നേരെ വരുന്ന ദോഷപ്രവൃത്തികളെ അനുഗ്രഹമാക്കുന്ന ദൈവം. ഇന്ന് നീ ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ, വിചാരപ്പെടുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ, ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്തൻ വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുകയാണ്. അതെ, നിനക്ക് തിന്മയായി ഭവിച്ചതിനെയെല്ലാം നന്മയ്ക്കാക്കി തീർക്കുവാൻ, നിനക്കെതിരെ ഉണ്ടാകുന്ന ആയുധങ്ങൾ ഫലിക്കാതെ കാക്കുന്നവനായ ദൈവം. അതെ, നാം എസ്തേറിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ എന്താണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്? ഹാമാന്റെ ദുഷ്ടപ്രവൃത്തികളുടെ ശക്തിയിൽ നിന്നും മൊർദെഖായിയെയും യഹൂദാജനത്തെയും ദൈവം വിടുവിച്ചു. ഹാമാന്റെ കഴുകുമരത്തെ, ഹാമാനെ തന്നെ ദൈവം തൂക്കിക്കളഞ്ഞു. മൊർദെഖായിക്കും കൂട്ടർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ദിനങ്ങളെ ദൈവം മാറ്റിയെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇന്നിൻ്റെ ഭാരങ്ങൾ, ഇന്നിൻ്റെ രോഗങ്ങൾ, ഇന്നിൻ്റെ കഷ്ടങ്ങൾ, ഇന്നിൻ്റെ നിരാശകൾ, ഇന്നിൻ്റെ കടഭാരങ്ങളെ മാറ്റി ദൈവം നിനക്ക് ഉയർച്ചുടപ്പടികൾ ഒരുക്കുന്നുവെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നത് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവം. അതേ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനൊക്കെ നന്മയ്ക്കാക്കി തീർക്കുവാൻ, അനുഗ്രഹമാക്കി തീർക്കുവാൻ, മനുഷ്യനാൽ അസാധ്യമായതിനെ സാധ്യമാക്കി നിന്റെ ജീവിതത്തിൻ്റെ മാറിയെ മധുരമാക്കി വീണ്ടും ബലത്തോടെ നിർത്തുവാൻ, ഉയർച്ചയിൽ നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. മനുഷ്യരുടെ പദ്ധതി ജോസഫിനെ കുഴിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അവനെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതെ, ഉയർത്തുന്ന കരം. അതുകൊണ്ട് തക്ക സമയത്ത് നിന്റെ വിഷമതകളെയും നിന്റെ പ്രയാസങ്ങളെയും മാറ്റി ഉയർത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കൂ. നീ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാണ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തിന് മേലുള്ള എല്ലാ ദോഷങ്ങളെയും നന്മയ്ക്കാക്കി തീർക്കണമേ, അനുഗ്രഹമാക്കി തീർക്കണമേ. നീ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ക്രിസ്തുയേശുവിൽ പാസ്റ്റർ KK സാമുവേൽ. ഇന്നത്തെ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒത്തിരി ആശ്വാസമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കേണ്ട നമ്പർ +91 89 21 21 84. കൂടാതെ യൂട്യൂബിൽ കാണുന്നവർ കമന്റ് ബോക്സിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും. വീണ്ടും അടുത്ത ആഴ്ച കാണുവോളം കർത്താവിന്റെ കൃപ നമ്മുടെ എല്ലാം കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.